Hi guys, welcome back to Ejubi. ഇപ്പോൾ 1000 സീരീസ് റണ്ണിങ് ആണ്. 3 പാർട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ 4ാമത്തെ പാർട്ടാണ്. 3 പാർട്ടിലും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്ന ഏകദേശം 35 ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പെർസെൻറ്റേജ് ആണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ 36ാമത്തെ ക്വസ്റ്റ്യൻ. A student secured 65% marks in an examination, but it was 20 less than the qualifying marks. Another student secured 80% marks in the same examination, and these marks were 10 more than the qualifying marks. So what is the total mark of the exam? ഇപ്പോൾ നമുക്ക് നമ്മുടെ എക്സാം നോക്കുന്ന സമയത്ത് ഇപ്പോൾ റെയിൽവേ എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ SSC എടുത്തു കഴിഞ്ഞ സമയത്താലും ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ഈ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് പാസ് മാർക്ക്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു എക്സാമിന്റെ ടോട്ടൽ മാർക്ക്, അങ്ങനെ പല രീതിയിൽ എന്ത് വരാറുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് ഈ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എ സ്റ്റുഡൻറ് സെക്യൂർ 65% മാർക്ക് ഇൻ ആൻ എക്സാമിനേഷൻ. എന്ത് ചെയ്തു, ഒരാൾ 65% മാർക്ക് നേടിയിട്ട് എന്താ സംഭവിച്ചത്, ബട്ട് ഇറ്റ് വാസ് 20 ലെസ് ദാൻ ദ ക്വാളിഫയിങ് മാർക്ക് എന്നാ പറഞ്ഞേക്കുന്നത്. 65% മാർക്ക് നേടിയിട്ട് അയാൾ എന്ത് ചെയ്തു, 20 മാർക്കിന് തോറ്റു എന്നാ പറഞ്ഞേക്കുന്നത്. 20 മാർക്ക് കുറവാ, ഏത് ക്വാളിഫൈ ആവാനുള്ള മാർക്ക് കാട്ടി 20 മാർക്ക് കുറവ് എന്ന് പറഞ്ഞാൽ അയാൾ 20 മാർക്കിന് തോറ്റു. ഇനി അതേസമയം അനദർ സ്റ്റുഡൻറ് ഇതേ എക്സാം എഴുതുന്ന മറ്റൊരാളാണെങ്കിൽ എത്ര മാർക്ക് വാങ്ങിച്ചു, 80% മാർക്ക് വാങ്ങിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്, ഇൻ ദ സെയിം എക്സാമിനേഷൻ ആൻഡ് ദിസ് മാർക്സ് വെയർ 10 മോർ ദാൻ ദ ക്വാളിഫയിങ് മാർക്സ്. അതെന്ന് പറഞ്ഞാൽ എന്താ, ക്വാളിഫൈ ആവാനുള്ള മാർക്കിനെ കാട്ടി 10 മാർക്ക് കൂടുതൽ. അപ്പോൾ ഒരിടത്താണെങ്കിൽ ഒരാൾ തോക്കുകയും ചെയ്തു, മറ്റേയാളാണെങ്കിൽ ജയിച്ചെന്നിട്ട് ജയിക്കാൻ കിട്ടുന്ന മാർക്കിനെ കാട്ടി എത്ര മാർക്ക് കൂടുതൽ, അയാൾക്ക് 10 മാർക്ക് കൂടുതൽ. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടുപേരുടെ എന്ത് ചെയ്യാം, പാസ് മാർക്കിനെ ഇക്വേറ്റ് ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ ആളാണെങ്കിൽ 65% മാർക്ക് വാങ്ങിച്ചു. ഈ 65% മാർക്ക് വാങ്ങിച്ചപ്പോൾ അയാൾ ജയിച്ചില്ല. ഇതിനോടൊപ്പം ഇയാൾക്കൊരു എത്ര മാർക്ക് കൂടെ, 20 മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ എന്തിലോട്ട് എത്തിയേനെ, പാസ് മാർക്കിലോട്ട് എത്തിയേനെ. ഓക്കെ അല്ലേ, 65% മാർക്ക് വാങ്ങിച്ചു, എന്നിട്ട് ജയിച്ചില്ല. 20 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ അയാൾ ജയിച്ചിരുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലോട്ട് എത്തിയേനെ, പാസ് മാർക്കിലോട്ട് എത്തിയേനെ. ഇനി ഇതേ കാര്യം തന്നെ ഇയാള് 80% എന്ത് ചെയ്തു, 80% മാർക്ക് നേടുന്നു. 80% മാർക്ക് നേടിയപ്പോൾ അയാൾ എന്താ, പാസ് മാർക്കിനെ കാട്ടി 10 മാർക്ക് കൂടുതൽ കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അയാൾക്ക് പാസ് മാർക്കിനെ കാട്ടി 10 മാർക്ക് കൂടുതൽ കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ 80% മാർക്ക് വാങ്ങിക്കും. അപ്പോൾ 80% മാർക്ക് വാങ്ങിച്ചപ്പോൾ പാസ് മാർക്കിനെ കാട്ടി 10% മാർക്ക് കൂടുതൽ കിട്ടി. അപ്പോൾ ഈ 80%-ൽ നിന്ന് 10 മാർക്ക് കുറച്ച് കഴിഞ്ഞാലും എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്, പാസ് മാർക്ക് ആയിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ നമ്മൾ 2 രീതിയിൽ പാസ് മാർക്കിലോട്ട് എത്തി. രണ്ടും 2 ആൾക്കാർ പക്ഷെ എഴുതുന്ന ഒരേ എക്സാം. ആദ്യത്തെ ആളാണെങ്കിൽ 65% മാർക്ക് വാങ്ങിച്ചു, ജയിച്ചില്ല, 20 മാർക്കിന് തോറ്റു. അപ്പോൾ 65% കിട്ടിയ മാർക്കിനോടൊപ്പം 20 മാർക്ക് കൂട്ടി, അപ്പോൾ അയാൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ പാസ് മാർക്ക് കിട്ടി. അടുത്ത രണ്ടാമത്തെ ആളാണെങ്കിൽ 80% മാർക്ക് വാങ്ങിച്ചു, ജയിക്കുകയും ചെയ്തു, ജയിക്കാൻ കിട്ടേണ്ട മാർക്കിനെ കാട്ടി 10 മാർക്ക് കൂടുതൽ കിട്ടി. അതുകൊണ്ട് എന്ത് ചെയ്തു, അയാൾക്ക് കിട്ടിയ 80% മാർക്കിൽ നിന്ന് നമ്മൾ 10 മാർക്ക് കുറച്ചു. അപ്പൊ അയാൾക്ക് എന്തായി, പാസ് മാർക്കായിട്ട് മാറി. അപ്പൊ ഇത് രണ്ടും പാസ് മാർക്ക് അല്ലേ. നമുക്ക് ഈ പാസ് മാർക്കിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ, 65%-നോടൊപ്പം 20 മാർക്ക് കൂട്ടിയാൽ കിട്ടുന്ന പാസ് മാർക്കാണ്. ഇതേ പാസ് മാർക്ക് തന്നെയാണ് 80%-നോടൊപ്പം 80%-ൽ നിന്ന് 10 മാർക്ക് കുറച്ചാലും കിട്ടാനായിട്ട് പോകുന്നു. ഓക്കെ അല്ലേ, 65%-നോടൊപ്പം 20 മാർക്ക് കൂട്ടിയാൽ കിട്ടാൻ പോകുന്നത് പാസ് മാർക്കാണ്. 80%-ൽ നിന്ന് 10 മാർക്ക് കുറച്ചാലും കിട്ടാൻ പോകുന്നത് പാസ് മാർക്കാണ്. അപ്പോൾ നമ്മളിത് പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 65% അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നു. അപ്പോൾ 80 - 65 എത്രയെന്നായിട്ട് മാറും, 15% എന്നായിട്ട് മാറും. 15%. ഈ 15% എത്രയെന്ന് കിട്ടും, മൈനസ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് വന്നാൽ 20 + 2 എത്രയെന്ന് കിട്ടും, 30 എന്ന് കിട്ടും. അപ്പോൾ 15% 30 എന്ന് പറയുന്നത്. എങ്കിൽ 1% എന്തായിരിക്കും, 1% 15% 30 ആണെങ്കിൽ 1% 2 ആയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ, വാട്ട് ഈസ് ദ ടോട്ടൽ മാർക്ക് ഓഫ് ദ എക്സാം. ടോട്ടൽ മാർക്ക് എന്നും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ മാക്സിമം മാർക്ക് എന്നും ചോദിക്കാറുണ്ട്. ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര മാർക്കിനാണ് എക്സാം നടത്തിയത്. അപ്പോൾ 1% 2 ആണെങ്കിൽ എക്സാം നടത്തുന്നത് എപ്പോഴും എത്ര മാർക്കിനായിരിക്കും, 100%-നായിരിക്കും അല്ലേ. 100% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 200 ആയിരിക്കും. ഓക്കെ അല്ലേ, 100% 200 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടും, 200 എന്ന് കിട്ടും. ഇവിടെ ആണെങ്കിൽ ഓപ്ഷൻ എ ആണ് എന്തെന്ന് പറയുന്നത്, 200 എന്ന് പറയാം. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? അപ്പോൾ ഒരാൾ ജയിക്കുന്നു,
മറ്റേ ആൾ തോക്കുന്നു. ജയിക്കുന്നത് എത്ര മാർക്കിനെന്നും തന്നിട്ടുണ്ടാവും, തോക്കുന്ന എത്ര മാർക്കിന് തന്നിട്ടുണ്ടാവും. നമ്മൾ എന്തിനെ ഇക്വേറ്റ് ചെയ്തു? പാസ് മാർക്കിന് ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ 1% എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അവിടെ നിന്ന് ടോട്ടൽ മാർക്കിലേക്ക് എത്തി. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ ഒരാളുടെ കണ്ടീഷൻ ഒന്നും ചോദിക്കാറുണ്ട്. ഒരാൾക്ക് ഇങ്ങനെ ഒരാളുടെ കണ്ടീഷൻ ഒന്നും ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പക്ഷെ അത് വലുതായിട്ട് ചോദിച്ച് കാണാറില്ല. രണ്ടുപേരുടെ കണ്ടീഷൻ തന്നെയാണ് എപ്പോഴും കൂടുതൽ ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആ ക്വസ്റ്റ്യൻ എടുത്തേക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിമൽ സെക്യൂർ. നേരത്തെ പറഞ്ഞ അതേ മോഡലാണ്. വിമൽ സെക്യൂർ 46% മാർക്ക് ഇൻ ആൻ എക്സാമിനേഷൻ ആൻഡ് ഫെയിൽഡ് ടു ക്വാളിഫൈ ഇൻ ദ എക്സാം ബൈ 10 മാർക്സ്. 46% മാർക്ക് വാങ്ങിച്ചിട്ടും എന്ത് ചെയ്തു? 10 മാർക്കിന് തോറ്റു. ഇനി അതേ ആളിന് ഇതേ എക്സാം എഴുതുന്നു. അയാൾക്ക് 52% മാർക്ക് കിട്ടുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും? ക്വാളിഫിക്കേഷൻ വരേണ്ട മാർക്കിനെക്കാട്ടിൽ 8 മാർക്ക് കൂടുതൽ കിട്ടും എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ സെയിം മോഡൽ, നേരത്തെ ചെയ്ത സെയിം മോഡലാ. നേരത്തെ ഞാൻ പാസ് മാർക്കിനെ ഇക്വേറ്റ് ചെയ്ത് ചെയ്യുന്നു. ഇനി ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ജസ്റ്റ് ആ ഒരു ഇക്വേഷനും കാര്യങ്ങളൊന്നും വേണ്ട, നോക്കിക്കൊണ്ട് തന്നെ പെട്ടെന്ന് എങ്ങനെ ആൻസർ പറയാം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ള പറഞ്ഞതിന് ശേഷം ആ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ നോക്കുവാണെങ്കിൽ 46% മാർക്ക് വാങ്ങിച്ചു. അതുപോലെ തന്നെ 54% മാർക്ക് ഇതേ സെയിം എക്സാമിന് രണ്ടാമത് വാങ്ങിച്ചു. അപ്പോ ഇവിടെ നോക്കുമ്പോൾ 46% മാർക്ക് വാങ്ങിച്ചപ്പോൾ അയാൾ തോറ്റു, 54% മാർക്ക് വാങ്ങിച്ചപ്പോൾ അയാൾ ജയിച്ചു. എങ്ങനെ ജയിച്ചു? ജസ്റ്റ് ജയിക്കുകയല്ല ചെയ്ത്, ജയിക്കുകയും ചെയ്തു, അതിൽ നിന്ന് 8 മാർക്ക് കൂടുതലും കിട്ടി. അപ്പൊ എന്തായാലും ഇതിന്റെ ഇടയ്ക്കായിരിക്കും നമുക്ക് എന്ത് വരാനായിട്ട് പോകുന്നത്? പാസ് മാർക്ക് വരാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തായാലും ഇതിന്റെ ഇടയ്ക്കായിരിക്കും. ഓക്കെ അല്ലേ? 46% മാർക്ക് വാങ്ങിച്ചപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞ 10 മാർക്കിന് തോറ്റു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പാസ് മാർക്കിനെ കാട്ടിൽ എത്ര കുറവാ? 10 കുറവാണ്. എന്തെന്ന് പറഞ്ഞ പാസ് മാർക്കിനെ കാട്ടി 10 കുറവാണ്. എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇയാൾക്ക് കിട്ടിയ 46% എന്ന് പറയുന്നത്. ഇനി ഇതേ ആൾ 54% മാർക്ക് വാങ്ങിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നാ പറയുന്നത്? പാസ് മാർക്കിനെ കാട്ടി ഇയാൾക്ക് 8 മാർക്ക് കൂടുതൽ കിട്ടി. നേരത്തെ ആണെങ്കിൽ നമ്മൾ 46%-ത്തിൽ നിന്നും 46%-നോടൊപ്പം 10 കൂട്ടുന്നു, ഈക്വൽ ടു 54%-ത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 8 കുറയ്ക്കുന്നു. ആ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്തു. ഇവിടെ ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്തു? പെർസെന്റേജ് എന്നുള്ള ബേസിൽ തന്നെ എന്ത് ചെയ്യുന്നു? അപ്രോച്ച് പോകുന്നു. 46% മാർക്ക് വാങ്ങിച്ചപ്പോൾ 10 മാർക്കിന് തോറ്റു. അതേസമയം 54% മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ 8 മാർക്ക് എന്ത് ചെയ്തു? കൂടുതൽ കിട്ടി. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 46-54, 46%-ത്തിൽ നിന്ന് അയാൾക്ക് 54%-ലേക്ക് പോകാനായിട്ട് ഓക്കെ പെർസെന്റേജ് നോക്കുവാണെങ്കിൽ എത്ര ശതമാനം കൂടും? 54 അല്ല, 52. 46%-ത്തിൽ നിന്ന് 52%-ത്തിലേക്ക് പോകാനായിട്ട് 46%-ത്തിൽ നിന്ന് 52%-ത്തിലേക്ക് പോകാനായിട്ട് അയാൾക്ക് ശതമാനത്തിലാണെങ്കിൽ എത്ര കൂടും? 46-ഉം 52-ഉം കൂടെ നോക്കുകയാണെങ്കിൽ 6% ഇൻക്രീസ് ആണ് 46%-ത്തിൽ നിന്ന് 52%-ത്തിലേക്ക് പോകാനായിട്ട് എടുക്കുന്നത്. അതേസമയം ഈ ശതമാനം ഒറിജിനൽ മാർക്ക് നോക്കുവാണെങ്കിൽ 46% എന്നുള്ളൊരു മാർക്കുണ്ട്. ആ മാർക്കിൽ നിന്ന് 52% മാർക്കിലേക്ക് പോകാനായിട്ട് എത്ര കൂടുന്നു? 18 ഇൻക്രീസ് ആയി. 10-ഉം 8-ഉം കൂടെ ചേരുമ്പോൾ 18 ഇൻക്രീസ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന 6% എന്തെന്ന് പറയുന്നത്? 6% 8 എന്ന് പറയുന്നത് എങ്കിൽ 1% എന്തായിരിക്കും? 1% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 ആയിരിക്കും. എന്തെന്ന് പറയുന്നത്? 1% എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? മിനിമം മാർക്സ് വൺ ഹാഡ് ടു സ്കോർ ദ ക്വാളിഫയിങ് ഇൻ ദ എക്സാം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആ ഒരു എക്സാം പാസ്സാവാനായിട്ട് എത്ര മാർക്ക് വാങ്ങണം അത് കണ്ടുപിടിക്കാനായിട്ട് ഒന്നെങ്കിൽ 46% മാർക്ക് കണ്ടുപിടിക്കാം, അതിൻ്റെ കൂടെ എത്ര കൂട്ടാം? 10 കൂട്ടാം. അല്ലെങ്കിൽ 52% മാർക്ക് കണ്ടുപിടിക്കാം, അതിൽ നിന്ന് എന്ത് ചെയ്യാം? 8-നെ കുറയ്ക്കും. അപ്പൊ ഞാൻ ഇതിലോട്ട് എന്ത് ചെയ്യുന്നു? 46% മാർക്ക് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു. 1% 3 ആണെങ്കിൽ 46% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 46 × 3 എത്രയായിട്ട്? 120-ഉം 18 എത്രയായിരിക്കും വരുന്നത്? 138. 138 ആയപ്പോൾ എന്തായി? 46% മാർക്കായിട്ട് മാറി. ഇനി പാസ് മാർക്കിൽ എട്ടാന്നിട്ട് എന്ത് ചെയ്യണം? ഒരു 10 കൂടെ കൂട്ടിയാൽ മതി. 10 കൂട്ടുമ്പോൾ എത്രയും കിട്ടും? 148 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം എന്തെന്ന് കിട്ടും? 148. ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഏതായി? 46% കണ്ടുപിടിച്ചു, അതിൽ നിന്ന് എന്ത് ചെയ്തു? 10 കൂട്ടി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ 52% കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 52% കണ്ടുപിടിക്കുകയാണെങ്കിൽ അതും കൂടെ നോക്കാം. 52% കണ്ടുപിടിക്കുകയാണെങ്കിൽ 52 × 3 എത്രയായിരിക്കും വരാവുന്നത്? 156 എന്ന് വരും.
അതിൽ നിന്ന് എന്ത് ചെയ്യണം? നേരത്തെ ഇവിടെ 46% കണ്ടുപിടിച്ചിട്ട് 10 കൂട്ടി. ഇനി അതേസമയം 156 അല്ലെങ്കിൽ 52% കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യണം? 8 കുറയ്ക്കണം. 156 നിന്ന് 8 കുറച്ചാലും കിട്ടാൻ പോകുന്നത് എന്ത് തന്നെയാണ്? 148 തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും ഞാൻ കാര്യങ്ങൾ എഴുതി പറഞ്ഞു. ഇത്രയും എഴുതേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. 46% ഉണ്ട്, അതുപോലെ തന്നെ 52% കൂടെ. രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എത്ര ശതമാനം? 6%. 6% എത്രയെന്ന് കിട്ടും? ഈ രണ്ട് പറയുന്ന മാർക്ക് 10 മാർക്കിന്റെയും അതുപോലെ തന്നെ 8 മാർക്കിന്റെയും കൂടെ സം 6% 18 മാർക്ക്. അപ്പോൾ 1% 3 കിട്ടി. ഇനി കണ്ടുപിടിക്കാനായിട്ട് 46%, 46 × 3 എത്രയെന്ന് കിട്ടും? 120, 18 138, അതിൻ്റെ 10 ആഡ് ചെയ്യുക 148. പേനിന്റെ പേപ്പറിന്റെ ആവശ്യം വരത്തില്ല ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അതേസമയം പാസ് മാർക്ക് എന്ന് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് ഇക്വേഷൻ ആയിട്ട് എഴുതുന്നു. ആ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് പ്രോപ്പർ കൺവെൻഷണൽ രീതിയാണ് ഇക്വേഷൻ ആയിട്ട് എഴുതി പോകുന്നത്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ജസ്റ്റ് പെർസെന്റേജ് ഡിഫറൻസ് എടുക്കുക, ആ മാർക്ക് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ ചോദിക്കുവാണ്, ഈ ഒരു എക്സാമിന്റെ മാക്സിമം മാർക്ക് എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിലോ നമുക്കിവിടെ 6% 18, 1% 3. അപ്പോൾ മാക്സിമം മാർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% 300 എന്ന് കിട്ടും. എളുപ്പമാണ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ അല്ലേ? അടുത്തതും ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. അരുൺ obtained 45% marks in a test and failed by 18 marks. If he obtained 65% marks, he would have got 6 marks more than the minimum marks required to pass the test. How much were the maximum marks one could obtain in that test? നേരത്തെ പറഞ്ഞ സെയിം മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് രീതിയിലും ചെയ്തു നോക്കുക. ഓക്കെ, പാസ് മാർക്ക് ഇക്വേറ്റ് ചെയ്യുന്ന രീതിയിലും ചെയ്തു നോക്കുക, അല്ലാതെ പറഞ്ഞ രീതിയിലും. ഇപ്പോൾ ജസ്റ്റ് നോക്കിക്കൊണ്ട് തന്നെ എന്താ ഇവിടെ 45 obtained question, how much were the maximum mark one could obtain in that test എന്നാണ്. ഇപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? 45%, 65%. ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരും? 20% ഡിഫറൻസ്. ഇവിടെ മാർക്ക് നോക്കുമ്പോൾ 18 അതുപോലെ തന്നെ ഏതുമാണ്? 6, 24. അപ്പോൾ പെട്ടെന്ന് 20% ആണ് 24 എങ്കിൽ 100% എത്ര എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ജസ്റ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. ഹോംവർക്ക് ആയിട്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ജസ്റ്റ് ഹോംവർക്ക് ആയിട്ട് ഇട്ടേക്കുവാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ്റെ മോഡൽ മാറുവാണ്. എലക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് എക്സാം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ SSCയും റെയിൽവേയും ബാങ്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സമയത്ത് തന്നെ എലക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിനകത്ത് പല രീതിയിലും പല മോഡലിലും എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമുക്ക് ഓരോരോ മോഡലായിട്ട് കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്ത് പോവാം. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ ആൻ എലക്ഷൻ ബിറ്റ്വീൻ 2 candidates, one of the candidates secured 45% of the votes cast and was defeated by the other candidate by 1800 votes. If there were no valid votes, then the total number of votes polled was. There were no invalid votes. Invalid vote ഇല്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇലക്ഷൻ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് 2 പേര് തമ്മിൽ നടക്കുന്ന ഇലക്ഷൻ. അപ്പോൾ മൊത്തം 100% എന്തുണ്ട്? വോട്ടുണ്ടെന്ന് വയ്ക്കും. അതിനകത്ത് എന്ത് ചെയ്യുന്നു? 2 ആയിട്ട് പോകുന്നു. 2 പേര് നടക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്യും? വോൺ ചെയ്യും, മറ്റാളാണെങ്കിൽ എന്താവും? ലൂസ് ചെയ്യും. ഇവിടെ ആണെങ്കിൽ എന്താ? ഒരാൾക്ക് 45% കിട്ടിയെന്ന് പറഞ്ഞു. എന്തായാലും 100%-നകത്ത് ഇൻവാലിഡ് വോട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അസാധുവായിട്ടൊരു വോട്ടും ഇല്ല. അപ്പോൾ മൊത്തം 100% വോട്ടും അല്ലെങ്കിൽ 100 വോട്ടെന്ന് എടുക്കുക. 100 വോട്ടും എന്താണ്? വാലിഡ് ആണ്. അതിൽ 45% വോട്ട് ഒരാൾക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ 45 വോട്ട് ഒരാൾക്ക് കിട്ടി. അപ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? 100ൽ 45 കിട്ടിയാൽ എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടാവും? തോറ്റിട്ടുണ്ടാവും. അപ്പോൾ ജയിച്ച ആൾക്ക് എത്ര കിട്ടി കാണും? ജയിച്ച ആൾക്ക് 55% ആയിരിക്കും എന്ത് ചെയ്യുക? ജയിച്ച ആൾക്ക് കിട്ടും. ഓക്കെ, ഇവിടെ തോക്കുന്നത് എത്ര വോട്ടിനാണെന്ന് പറഞ്ഞു? 1800 വോട്ടിനാണ്. എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 55% കിട്ടിയാൽ ജയിച്ചു, 45% കിട്ടിയാൽ തോറ്റു. അപ്പോൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 10% അല്ലേ വരുന്നത്? ഈ 10% അല്ലേ ശതമാനത്തിൽ ജയിക്കുന്ന കൊണ്ടാവുന്ന ലീഡ് അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഇവിടെ 1800 വോട്ടിന് തോറ്റു എന്ന് പറഞ്ഞാൽ ജയിക്കുന്ന ആള് 1800 വോട്ടിന്റെ ലീഡിന് ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 10% ശതമാനത്തിലുള്ള ലീഡ്. അതേസമയം വോട്ടിന്റെ എണ്ണത്തിൽ നോക്കുവാണെങ്കിൽ അതെത്രയാണ്? ഈ 10% എത്രയെന്ന് പറയുന്നത്? 1800 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താ?
വാലിഡ് ഓഡ്സ്, ടോട്ടൽ വാലിഡ് ഓഡ്സ് എന്നുള്ളതാണ്. ടോട്ടൽ ഓഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 100% കണ്ടുപിടിച്ചാൽ മതി. 10% 1800 ആണെങ്കിൽ 100% പോകുമ്പോൾ നമ്മൾ ഒരു 0 കൂടെ ആഡ് ചെയ്താൽ മതി. എത്രയായിട്ട് മാറും? 18,000 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഏതെന്ന് കിട്ടും? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഇലക്ഷന്റെ ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ. മനസ്സിലാക്കാൻ ഒരു പാടും ഇല്ല. രണ്ടാൾക്കാര് ഇലക്ഷന് നിൽക്കുന്നു. ഒരാൾക്ക് 45%, മൊത്തം വോട്ടിന്റെ 45% ഒരാൾക്ക് കിട്ടി, മറ്റേയാൾക്ക് 55% കിട്ടി. അപ്പോ ജയിക്കുന്ന ആൾ എന്താണ്? 10% ഭൂരിപക്ഷത്തിന് ജയിച്ചു. എന്നാൽ ഈ 10% എന്ന് പറഞ്ഞാൽ യഥാർത്ഥ നമ്പറിൽ നോക്കുകയാണെങ്കിൽ എത്ര വോട്ടാണ്? 1800 വോട്ടാണ്. 10% 1800 ആണെങ്കിൽ 100% എത്രയും കിട്ടും? 18,000 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, one candidate received 60% of the total valid votes in an election between two candidates. A total of 20% votes were invalid. What is the number of valid votes the other candidate received if the total votes were 22,000? എന്താണ്? മൊത്തം 22,000 വോട്ടാണ്. ഈ 22,000 വോട്ടിനകത്ത് എന്ത് ചെയ്യുന്നു? എത്ര ശതമാനം ഇവിടെ ഇൻവാലിഡ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. 20% വോട്ട് എന്തായിട്ട് പോയി? ഇൻവാലിഡ് ആയിട്ട് പോയി. എന്നിട്ട് ഒരാൾക്ക് കിട്ടുന്ന ഈ ഇൻവാലിഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇൻവാലിഡ് ആയിട്ട് പോകുന്ന വോട്ട് എണ്ണാറുണ്ടോ? ഇല്ല. എപ്പോഴായാലും വാലിഡ് വോട്ട്സേ എണ്ണാറുള്ളൂ. 20% ഇൻവാലിഡ് ആയിട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 60%, ഈ 60% എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ബാക്കിയുള്ള വാലിഡ് വോട്ട്സിന്റെ 60%. ഉള്ള വാലിഡ് വോട്ട്സിന്റെ 60% കിട്ടിയാൽ എന്ത് ചെയ്തു? ജയിക്കുന്നു. എങ്കിൽ ബാക്കി 40% കിട്ടിയാൽ എന്നിട്ടുണ്ടാവും? തോറ്റിട്ടുണ്ടാവും. അപ്പോ 100% വോട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് എന്ത് കിട്ടിയെന്ന് പറഞ്ഞു? 60% കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ മറ്റേയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? 40% കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? ഇപ്പോ ഇവിടെ നോക്കുന്ന സമയത്ത് മൊത്തം എത്ര വോട്ടുണ്ട് നമുക്ക്? ഇവിടെ നോക്കുവാണെങ്കിൽ 22,000 വോട്ട് നമ്മുടെ കയ്യിലുണ്ട്. 22,000 വോട്ട്. ഈ 22,000 വോട്ടും വാലിഡ് ആണോ? അല്ല. എത്ര വാലിഡ് ആയിട്ടുള്ളൂ? 20% ഇൻവാലിഡ് ആണ്. 20% ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞാൽ ബാക്കി എത്ര കാണും? ബാക്കി 80% വാലിഡ് ആണ്. അപ്പോ 22,000ന്റെ 80% വോട്ട് എന്തുണ്ട്? നമ്മളുടെ വാലിഡ് ആയിട്ടുണ്ട്. ഓക്കെ, 22,000ന്റെ 80% വാലിഡ് ആയിട്ടുണ്ട്. ഇനി അതും പോയി കഴിഞ്ഞിട്ട് 22,000 80% കഴിഞ്ഞു. ഇനി പറഞ്ഞേക്കുന്നത് എന്താ? അതില് ഈ 80%-ത്തില് 60% കിട്ടിയാൽ ജയിച്ചു എന്നാണ് പറഞ്ഞത്. 22,000ന്റെ 80%-നകത്ത് 60% കിട്ടിയാൽ ജയിച്ചു. അപ്പൊ 60% കിട്ടിയാൽ ജയിച്ചെങ്കിൽ നമുക്ക് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് ദ അതർ കാൻഡിഡേറ്റ് റിസീവ്ഡ്? 60% കിട്ടിയാളുടെ കാര്യം ഇവിടെ പറഞ്ഞു. മറ്റേയാൾക്ക് എത്ര വോട്ട് കിട്ടി എന്നാ ചോദിക്കുന്നത്. മറ്റേയാൾക്ക് കിട്ടിയ വോട്ട് എന്തായിരിക്കും? 22,000ന്റെ 80% വാലിഡ്. ഈ 80%-ത്തിന്റെ എത്ര ശതമാനം? 40% ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? മറ്റേയാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. നമുക്ക് ഇതല്ലേ ആൻസർ ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? അപ്പൊ ഒന്നുകൂടെ പറയാം ഇതെങ്ങനെ എഴുതി എന്നുള്ളത്. 22,000 മൊത്തം വോട്ടുണ്ട്. അതിൽ എത്ര ശതമാനം ഇൻവാലിഡ് ആയി? 20% പോയി, ഇൻവാലിഡ് ആയിട്ട് പോയി. അപ്പൊ ബാക്കി എത്ര ശതമാനം വാലിഡ് ആയിട്ടുണ്ട്? 80% ഉണ്ട്. അതാണ് 22,000ന്റെ 80%. ഇനി ഈ 22,000ന്റെ 80% ഉള്ളതില് നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താ? ഇവിടെ 60% കിട്ടിയാളുടെ കാര്യം പറഞ്ഞു. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതർ കാൻഡിഡേറ്റ്, മറ്റേ കാൻഡിഡേറ്റിന് എത്ര കിട്ടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ? അപ്പൊ അത് നോക്കുമ്പോൾ എത്ര വരും? ഈ 80%-ന്റെ 40%. അതാണ് 40/100 കൊടുത്തത്. ഇനി കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാം? ഇവിടെ സീറോസ് നോക്കുമ്പോൾ ഇവിടെ 3 സീറോ ഉണ്ട്. 3 സീറോ ക്യാൻസൽ ചെയ്തു. ഇനി നോക്കുവാണെങ്കിൽ ഇവിടെ അതാ ഓരോ സീറോയും കൂടെ ക്യാൻസൽ ചെയ്യാം. പിന്നെ കാൽക്കുലേഷൻ വരുന്നത് എന്താ? ഒരു 8 × 4 ഉണ്ട്. എത്ര വരും? 8 × 4 32. 22-നെ ഞാനൊന്ന് 2 × 11 എന്ന് എഴുതുവാണ്. ഓക്കെ അല്ലേ? 2 × 11 എന്ന് എഴുതുവാണ്. അപ്പോൾ 8 × 4 എന്താ? 32 ആണ്. 32 × 11. 32 × 11 എത്ര ആയിരിക്കും വരുന്നത്? 32 × 11. 11 മൾട്ടിപ്ലൈ ചെയ്യാൻ ഞാൻ ഇപ്പോൾ 32 കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡ് നമ്മൾ ഒരു സീറോ കൊടുക്കുന്നു. സീറോ കൊടുത്തിട്ട് എന്ത്? 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 32 × 11 ചെയ്യാനായിട്ട് രണ്ട് സൈഡ് ഒരു സീറോ കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. 0 + 2 2 2 + 3 എന്ത് വരും? 5 3 + 0 3 352 എന്ന് കിട്ടും. 352. അതിങ്ങനെ ഒരിക്കലും എഴുതി ചെയ്യേണ്ടതല്ല, മൈൻഡ് ചെയ്യാനാണ്. ഇവിടെ 32 എന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ട് സൈഡ് സീറോ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പേഴ്സിന്റെ സം എന്ത് ചെയ്യും? അതിന്റെ ഇടയ്ക്ക് വരും എന്നുള്ളത് ചോദിച്ചാൽ. അപ്പോൾ 32 × 11 ചെയ്യുമ്പോൾ എത്ര വരും? 352 എന്ന് കിട്ടും. അപ്പോൾ 32 × 11ൻ്റെത് ആൻസർ എത്രയെന്ന് കിട്ടും? 352 എന്ന് കിട്ടും. ആ 352 പിന്നെ എന്താ വരുന്നത്? ഒരു 2 കൂടെ ഉണ്ട്. ഞാൻ 22-നെയാണ് 2 × 11 ആക്കിയത്.
32 into 11 എത്ര കിട്ടും? 352 എന്ന് കിട്ടും. പിന്നെ ചെയ്തെന്താ 352 ഇൻറ്റു ഒരു 2 കൂടെ ഉണ്ട്. 350 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 4 10 0 1 ക്യാരി ഓവർ എത്ര 704 എന്ന് കിട്ടും. 704 എന്ന് കിട്ടും. ഒരു 0 കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 7040 എന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, 7040 കിട്ടിയ ഇവിടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഏതാ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിന്റെ വാല്യൂസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ആൻസർ നിർണ്ണയിക്കും. കാരണം ഇവിടെ എന്തായാലും 22,000 എന്തോ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ആൾ നമ്മുടെ ആൻസർ വരുന്നു. ഓക്കെ, 22,000 80%, 40%. അപ്പോൾ 22,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ മൾട്ടിപ്പിളാ? 11ന്റെ മൾട്ടിപ്പിളാ. ഈ 11 കൊണ്ട് നമ്മൾ ഈ നമ്പേഴ്സ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ 7040 എന്ന് പറയുന്നത്. അപ്പൊ അതും എന്തായിരിക്കും? 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഓപ്ഷനകത്ത് 11ന്റെ മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ ഒരൊറ്റ ഓപ്ഷനെ 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതായിരിക്കും ആൻസർ. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പറയാം 7040 ആണ് ആൻസർ. എങ്ങനെ പറയാം? 11ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്താൽ മതി. 11ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാൻ എങ്ങനെയാ? 11ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ നോക്കുക, വാല്യൂ നോക്കുക. വാല്യൂ നോക്കുമ്പം ആൾട്ടർനേറ്റ് ഡിജിറ്റ്സ് ഇവിടെ കിടക്കുവാണ്. ഈ പറഞ്ഞ നമ്പർ തന്നെ എടുക്കും 7040. ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലേന്ന് അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആൾട്ടർനേറ്റ് ഡിജിറ്റ് എടുക്കുക. ഇവിടെ 7ഉം 4ഉം കൂടെ കൂട്ടുന്നു. എത്ര കിട്ടും? 11. 0 + 0 എത്ര കിട്ടും? 11. അപ്പോൾ ഇതിന്റെ മൾട്ടിപ്പിൾ നോക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആൾട്ടർനേറ്റ് ഡിജിറ്റിന്റെ സം എടുക്കുക, അല്ലെങ്കിൽ ഓഡ് പ്ലേസിലുള്ള ഡിജിറ്റിന്റെ സമ്മ് മൈനസ് ഈവൻ പ്ലേസിലുള്ള ഡിജിറ്റിന്റെ സമ്മ് എടുക്കുമ്പോൾ അത് ഒന്നെങ്കിൽ 0 ആവണം, അല്ലെങ്കിൽ 11 11ന്റെ മൾട്ടിപ്പിൾ ആവണം. ഇവിടെ നോക്കുമ്പോൾ ഓഡ് പ്ലേസിലുള്ള ആൾക്കാർ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 7 + 4 എത്രയാണ് വരുന്നത്? 11 ആണ് വരുന്നത്. ഈവൻ പ്ലേസുള്ള ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 + 0 0. അപ്പോൾ 11 - 0 എന്ന് വരും. നമുക്ക് എന്തെന്ന് കിട്ടും? 11 ആണെന്ന് കിട്ടും. അപ്പോൾ ഓഡ് പ്ലേസിലുള്ള ആൾക്കാരുടെ സമ്മ് മൈനസ് ഈവൻ പ്ലേസിലുള്ള ആൾക്കാരുടെ സം ചെയ്തപ്പോൾ ഒന്നെങ്കിൽ 11 കിട്ടണം, അല്ലെങ്കിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. ഇവിടെ 11 കിട്ടി. അപ്പോൾ ഏതാണെന്ന് മനസ്സിലാക്കാം? 7040 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലാക്കാം. ഇതാണ് മൾട്ടിപ്പിൾ നോക്കുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഇവിടെ 7 8 ചെക്ക് ചെയ്യുമ്പോൾ 7ഉം 8ഉം കൂടെ ആവുമ്പോൾ എന്തായി? 15 ആയി. 15 - 0 എന്തല്ല? 11ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഈ ഓപ്ഷൻ ആവില്ല. അടുത്ത 7140 7 4 കൂടെ 11 -1 10. അപ്പോൾ ഇതും എന്താവില്ല? നമ്മുടെ ഓപ്ഷൻ ആവില്ല. പിന്നെ 7280 7 8 കൂടെ 15 15ന്ന് 2 പോകുന്നു, ബാക്കി എത്ര? 13. അപ്പൊ ഇതും ഓപ്ഷൻ ആവില്ല. അപ്പൊ 11ന്റെ മൾട്ടിപ്പിൾ വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? കണ്ണു അടച്ച് അവിടെ നിന്ന് ആൻസർ പിക്ക് ചെയ്യാം. അതേസമയം 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ചെയ്തു നോക്കണം. വേറെ കണ്ടീഷൻ ഇല്ല, 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയേ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇലക്ഷന്റെ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. In an election, candidate X got 60% of the overall valid votes. If the 20% of the overall votes were declared invalid and the total number of votes is 32,000, then the number of valid votes polled in favor of the candidate. എന്താ നേരത്തെ പറഞ്ഞ സെയിം മോഡലാണ്. ഒരു ഇലക്ഷനകത്ത് മൊത്തം എത്ര വോട്ടുണ്ട്? 32,000 വോട്ടുണ്ട്. അതിൽ എത്ര വോട്ട് ഇൻവാലിഡ് ആണ്? 20% ഓഫ് ദ ഇൻവാലിഡ്. അപ്പോൾ 20% ഇൻവാലിഡ് ആയി കഴിഞ്ഞാൽ ബാക്കി 80% ഉണ്ട്. ഇനി ഇവിടെ ആണെങ്കിൽ മൾട്ടിപ്പിൾ നോക്കാൻ പറ്റത്തില്ല. 11ന്റെ ആൾക്കാരല്ല ഇരിക്കുന്നത്. 11 ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ നോക്കാൻ വരും. അപ്പോൾ ബാക്കി 80% ഉണ്ട്. ആ 80%ൽ 60% ആള് ഇവിടെ ആണെങ്കിൽ എന്താ? എലക്ഷൻ കാൻഡിഡേറ്റ് എക്സ് ഗോട്ട് 60% എന്ന് പറഞ്ഞ് തുടങ്ങി ലാസ്റ്റ് ചോദിക്കുന്നത് എന്ത് തന്നെ? നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് പോൾഡ് ഇൻ ഫേവർ ഓഫ് ദ കാൻഡിഡേറ്റ്. അപ്പൊ ഈ കാൻഡിഡേറ്റിന്റെ കാര്യം തന്നെ പറയുന്നത്. നേരത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു കാൻഡിഡേറ്റിന്റെ കാര്യം പറഞ്ഞു, മറ്റേ കാൻഡിഡേറ്റിന്റെ കാര്യം ചോദിച്ചു. ഇവിടെ 60% കിട്ടിയ ആളുടെ കാര്യം പറഞ്ഞ് 60% കിട്ടിയ ആളുടെ കാര്യം തന്നെ ചോദിക്കുന്നു. അയാൾക്ക് എത്ര വോട്ട് കിട്ടി, നമ്പർ ഓഫ് വോട്ട്സ് എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 32,000 വോട്ടുണ്ട്, അതിൽ 20% ഇൻവാലിഡ് ആയിട്ട് പോയി, ബാക്കി 80% ഉണ്ട്. ഇനി 80%-നകത്ത് എത്ര കിട്ടുന്ന ആളെ ജയിക്കുന്നത്? 60%. അയാളുടെ കാര്യം തന്നെയല്ലേ ചോദിക്കുന്നത്, എത്ര വോട്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സീറോസ് എത്ര? ഇവിടെ നിന്ന് 4 സീറോസ് എന്ത് ചെയ്യുന്നു? താഴത്തെ 4 സീറോയും മുകളിലത്തെ 4 സീറോയും കൂടെ ക്യാൻസലായി. ലാസ്റ്റ് കാൽക്കുലേഷൻ വരുന്ന 80 × 6 × 32 എന്ന് വരും. എങ്ങനെ ചെയ്യാം? ഇവിടെ ഇപ്പോൾ 8 × 6 വരുമ്പോൾ എത്രയായി? 48. ഇതാണെങ്കിൽ 32 × 48 ചെയ്യുക, എന്നിട്ട് 0 കൊടുത്താൽ മതി. 32 × 48 ചെയ്യാം. 48 ×
30 വരുമ്പോൾ 48 ഇൻറ്റു 30, 48 ഇൻറ്റു 30 വരെ ഞാൻ എന്ത് ചെയ്യുന്നു 48 ഇൻറ്റു 3 ചെയ്യുന്നു. 48 ഇൻറ്റു 3 എങ്ങനെ ചെയ്യാം? 40 ഇൻറ്റു 3 120, 24, 144, 48 ഇൻറ്റു 30 ആയതുകൊണ്ട് എന്ത് ചെയ്ത് കൊടുത്തു? ഒരു 0 കൊടുത്തു. 30 ചെയ്തു. 32 നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി 2 കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ആണ്. 48 ഇൻറ്റു 2 വരുമ്പോൾ എത്രയാണ്? 42 96. അപ്പോൾ 1440 96 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 1530 എന്ന് വരും. ഓക്കെ, 1530 കിട്ടി. 32 ഇൻറ്റു 48 1530 എന്ന് കിട്ടി. ഇവിടെ 1530 അല്ല 1536 എന്ന് കിട്ടി. ഇനി എന്തുണ്ട്? ഒരു 0 ഇവിടെ നമ്മൾ മിസ് ചെയ്തു. അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? 15360 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? നേരത്തെ പറഞ്ഞ അതേ മോഡല് 20% ഇൻവാലിഡ് ആയിട്ട് പോയി. അപ്പോൾ 32,000 80% ബാക്കിയുണ്ട്. ഇനി 60% കിട്ടിയ ആൾ ജയിച്ചു. അയാൾക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ 32,000 80%-ന്റെ 60% കണ്ടുപിടിക്കുമ്പോൾ എത്രയും കിട്ടും? 15360 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? നേരത്തെ പറഞ്ഞ സെയിം മോഡല് കാൽക്കുലേഷൻ സ്പീഡ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. Okay, in an election, the winning candidate received 27,054 votes, which are 54% of the electorate. The only other candidate received 26% of the electorate. What is the number of members who did not vote? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഇലക്ടറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്മൾ ഇലക്ഷൻ്റെ ലിസ്റ്റ്, നമ്മൾ ഇലക്ഷൻ നടക്കുന്നതിന് വേണ്ടി നമ്മൾ ഇലക്ഷൻ്റെ ലിസ്റ്റ് കാണും. ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 100 ആൾക്കാരുണ്ട്. 100 ആൾക്കാരുടെ വോട്ടാണ് വരാനുള്ളത്. അതിനാണ് നമ്മൾ ഇലക്ടറേറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ ആ വോട്ടിനകത്ത് ഒരാൾ ജയിച്ചു. എത്ര ആ ഇലക്ടറേറ്റിൻ്റെ 54% കിട്ടിയ ആളാണ് എന്ത് ചെയ്തേക്കുന്നത്? ജയിച്ചേക്കുന്നത്. അയാൾ ഇൻ ആൻ ഇലക്ഷൻ ദ വിന്നിംഗ് കാൻഡിഡേറ്റ് റിസീവ് 27,054 വോട്ട്സ്. 27,054 വോട്ട് കിട്ടിയ ആൾ ജയിച്ചു. ആ വോട്ട് എന്ന് പറയുന്നത് വിച്ച് ആർ 54% ഓഫ് ദ ഇലക്ടറേറ്റ്. അതെന്ന് പറഞ്ഞാൽ ഇലക്ടറേറ്റിന്റെ 54%. ഇനി ദ ഓൺലി അതർ കാൻഡിഡേറ്റ് റിസീവ്ഡ് 26% ഓഫ് ദ ഇലക്ടറേറ്റ്. അപ്പോൾ തോറ്റാക്ക് കിട്ടിയത് എന്താ? അതേ ഇലക്ടറേറ്റിന്റെ 26% തോറ്റാക്ക് കിട്ടിയത്. എങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? എങ്കിൽ എത്ര ആൾക്കാർ വോട്ട് ചെയ്തില്ല? അപ്പോൾ 100 ആൾക്കാർ വോട്ട് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ എടുക്കുക. 100 ആൾക്കാർ വോട്ട് ചെയ്യാനുണ്ട്. 100 ആൾക്കാർ വോട്ട് ചെയ്യാനുള്ളതിൽ എത്രയോ ആൾക്കാർ എന്ത് ചെയ്തിട്ടില്ല? വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല. എത്രയോ ആൾക്കാർ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല. എന്നാൽ വന്ന വോട്ടുണ്ട്. ആ വന്ന വോട്ടിന്റെ ഈ 100-ൽ 54% കിട്ടിയ ആൾ എന്ത് ചെയ്തു? ജയിച്ചു. അതുപോലെ തന്നെ ഈ 100-ന് 54% കിട്ടിയ ആൾ ജയിച്ചു. 6% കിട്ടിയ ആള് തോറ്റു. അപ്പോൾ ബാക്കി നോക്കുകയാണെങ്കിൽ 54-ഉം 26-ഉം കൂടെ ആകുമ്പോൾ എത്ര വരെ? 50-ഉം 20-ഉം 70, 80% എന്ത് ചെയ്തിട്ടുള്ളൂ? ഇലക്ടറേറ്റിന്റെ മൊത്തം വോട്ടും വന്നിട്ടുള്ളൂ. മൊത്തം 80% വോട്ട് എവിടെ വോട്ടായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഈ 100 ആൾക്കാരുള്ളതിൽ എത്ര ആൾക്കാർ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല? 20 ആൾക്കാർ വന്നിട്ടില്ല. അല്ലെങ്കിൽ 20% ആൾക്കാർ വോട്ട് ചെയ്യാനായിട്ട് വന്നിട്ടില്ല. ഈ 20% ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, എണ്ണത്തിൽ എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാ 100-ന്റെ ബേസിൽ മൊത്തം 100 ഉണ്ടെന്ന് വെക്കുക. അതിൽ 100-ൽ 54% ഒരാൾക്ക് കിട്ടി, 26% മറ്റേയാൾക്ക് കിട്ടി. ഈ 20 എന്ന് പറഞ്ഞാൽ എന്താ? രജിസ്റ്റർ ആവാത്ത വോട്ടുകൾ, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വരാത്തതാ. എങ്കിൽ അത് തന്നെ ചോദിക്കുന്നത് എന്താ? മെമ്പേഴ്സ്, ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹു ഡിഡ് നോട്ട് വോട്ട്. എത്ര ആൾക്കാരാണ് വോട്ട് ചെയ്യാത്തത്? അപ്പോൾ ഇലക്ടറേറ്റിൽ മൊത്തം 100 ഉണ്ടെങ്കിൽ ആ 100-ൽ 20% വോട്ട് ചെയ്തില്ല. ബാക്കി 80% വോട്ട് ചെയ്തു. ഈ 80% വോട്ട് ചെയ്തേ തന്നെ അതിൻ്റെ 54% എത്രയെന്ന് പറയുന്നത്? 27,054 എന്ന് പറയും. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. 54% എന്ന് പറയുന്നത് എത്രയാണെങ്കിൽ 27,054 ആണെങ്കിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? 20%. 20% എത്രയെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 20% കണ്ടുപിടിക്കാൻ എളുപ്പം എന്താ? ഇപ്പോൾ ഈ 54%-നെ ഞാനൊരു 27 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 54 27 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്നത് എന്താ? 2% കിട്ടത്തില്ലേ? 54%-ന് 27 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ശതമാനം കിട്ടും? 2% കിട്ടും. അതേ 27 കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇയാളെ അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. 27 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 1002 എന്നല്ലേ കിട്ടുന്നത്? 1002 എന്ന് കിട്ടും. ഇപ്പോൾ 2% 1002 കിട്ടും. 2% 1002 നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താ? 20%. ഇതിന് എന്ത് ചെയ്താൽ മതി? ഒരു ഇൻറ്റു 10 ചെയ്താൽ മതി. 10 ചെയ്യുമ്പോൾ 20% എത്രയെന്ന് കിട്ടും? 10,020 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 10,020. ഓപ്ഷൻ സി ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ മനസ്സിലാക്കുക.
ഒരു ഇലക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം 100 ആൾക്കാരെ വോട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ ഇപ്പോൾ ചില ക്വസ്റ്റിനകത്ത് വോട്ട് ചെയ്യാൻ വന്നില്ല എന്ന് പറയും, ഇൻവാലിഡ് വോട്ട് എന്ന് പറയും. ഇവിടെ ആണെങ്കിൽ മൊത്തം 100 ആൾക്കാരുണ്ട്. അതിലെന്ത് ചെയ്യുന്നു, ആ 100 ആൾക്കാരുള്ളതിൽ 54% വോട്ട് അല്ലെങ്കിൽ 54 വോട്ട് എന്ത് ചെയ്യുന്നു, കിട്ടിയ ആൾ എന്ത് ചെയ്തു, ജയിച്ചു. ആ 54 വോട്ട് അല്ലെങ്കിൽ 54% പകരമാണ് അതിന്റെ ട്രൂ വാല്യൂ ആയിട്ടുള്ള എത്രയാണ് പറഞ്ഞേക്കുന്നത്, 27,054 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും കിട്ടിയ ആള് എന്ത് ചെയ്തു, ജയിച്ചു. അതേസമയം 26% കിട്ടിയ ആള് എന്ത് ചെയ്തു, തോക്കുന്നു. എങ്കിൽ എത്ര ആൾക്കാർ വോട്ട് ചെയ്തില്ല, 20% ആൾക്കാർ വോട്ട് ചെയ്തില്ല. ആ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 54% 27,054 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, അവിടെ നേരെ 2% കണ്ടുപിടിക്കാനായിട്ട് പോയി. 27 ഇവിടെ 27 കഴിയുമ്പോൾ 2% 1002 ആണെന്ന് കിട്ടും. എങ്കിൽ 20% ഒരു 0 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10,020 ആണെന്ന് കിട്ടും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. In an election between two candidates, the winning candidate got 55% of the valid votes. 5% of the total votes were invalid. If the total number of votes polled were 10,000, then how many votes were obtained by the losing candidate? എന്താ പറയുന്നത്, രണ്ടുപേരുടെ ഇലക്ഷനകത്ത് എന്ത് ചെയ്തു, ജയിച്ച ആൾക്ക് കിട്ടിയത് 55% വോട്ടാണ്. എന്തിന്റെ 55%? വാലിഡ് വോട്ടിന്റെ 55% ജയിച്ച ആൾക്ക് കിട്ടിയത്. എന്നാൽ മൊത്തം വോട്ട് ചെയ്ത വോട്ടെല്ലാം വാലിഡ് ആയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എത്ര വോട്ടേ ഉള്ളൂ, 5% വോട്ട് എന്ത് ചെയ്തിട്ടില്ല, വാലിഡ് ആയിട്ടില്ല, അത് ഇൻവാലിഡാണ്. എന്നാൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ മൊത്തം വോട്ട് 10,000 വോട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് വെയർ, മൊത്തം പോൾ ചെയ്ത വോട്ട് 10,000 വോട്ട് ഉണ്ടെങ്കിൽ തോറ്റ ആൾക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ളതാണ് ചോദിക്കും. അപ്പോൾ മൊത്തം 10,000 വോട്ടുണ്ട്. ഓക്കെ, മൊത്തം 10,000 വോട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യുന്നു, 5% വോട്ട് ഇൻവാലിഡ് ആയിട്ട് പോയി. അപ്പൊ ഇൻവാലിഡ് ആയിട്ട് പോയ വോട്ട് നമ്മൾ എണ്ണോ ഇല്ല, വാലിഡ് ആയിട്ടുള്ള വോട്ട് മാത്രമേ നമ്മൾ എണ്ണത്തോളൂ. അപ്പോൾ ബാക്കി 95% നമ്മുടെ കയ്യിലുള്ള 5% എന്തായിട്ട് പോയി, ഇൻവാലിഡ് ആയിട്ട് പോയി. ബാക്കി 95% വോട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഈ 95%-നകത്ത് തന്നെ എത്ര ശതമാനം കിട്ടിയ ആൾ ജയിച്ചു എന്നാ പറഞ്ഞേക്കുന്നത്, 55% കിട്ടിയ ആൾ ജയിച്ചു. ചോദിച്ചേക്കുന്ന തോറ്റ ആൾക്ക് കിട്ടിയ വോട്ട. അപ്പൊ 55% കിട്ടിയ ആൾ ജയിച്ചെങ്കിൽ ബാക്കി 45% കിട്ടിയ ആൾക്കായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ബാക്കി വോട്ടെന്ന് പറയാൻ. 55% കിട്ടിയ ആൾ ജയിച്ചാൽ 45% കിട്ടിയ ആളാണ് തോറ്റിട്ടുള്ളത്. അപ്പൊ 45% എത്ര എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോ മൊത്തം 10,000 വോട്ടുണ്ട്, അതിൽ 5% വോട്ട് എന്തായിട്ട് പോയി, ഇൻവാലിഡ് ആയിട്ട് പോയി. അപ്പൊ ബാക്കി 95%. അപ്പൊ ഇപ്പം 1000ന്റെ 95% അല്ല 10,000ന്റെ 95% വോട്ടേ നമ്മുടെ കയ്യിലുള്ളൂ. അതില് 55% എന്തായിട്ട് പോയി, ജയിച്ചാക്ക് പോയി. അപ്പൊ തോറ്റാക്ക് എത്ര വോട്ടുണ്ട്, ഇതിന്റെ 45% വോട്ട് തോറ്റാക്കുണ്ട്. അതാണ് 45/100 എടുക്കുന്നത്. അപ്പൊ കാൽക്കുലേഷൻ എന്ത് ചെയ്യുന്നു, സീറോസ് അങ്ങ് ക്യാൻസൽ ചെയ്ത് 4 0 പോയി. പിന്നെ ലാസ്റ്റ് കാൽക്കുലേഷൻ വരുന്നത് എന്താ, 95 × 45. ഇപ്പോൾ 95 × 45 ചെയ്യുന്നതിന് വരും. ഇപ്പോൾ 45 × 100 വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്, കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാ. ഓക്കെ, 45 × 100 വരുമ്പോൾ ആണെങ്കിൽ 45ന്റെ 100 എത്ര വരും, 4,500 എന്ന് വരും. നമുക്ക് 45 × 100 വേണ്ട, എന്ത് മതി, 45 × 95 മതി. എന്ന് പറഞ്ഞാൽ ഒരു 5 എന്ത് ചെയ്യണം, 45 × 5 ഒരു 45 × ഒരു 5 എന്ത് ചെയ്യണം, കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ 45 × 100 നിന്ന് 45 × 5 ഞാൻ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. 45 × 5 എത്ര വരും, 450ന്റെ പകുതി എത്രയായിരിക്കും വരിക, 225. അപ്പോൾ 4,500 ഞാനൊരു 225 അങ്ങ് കുറയ്ക്കുക. അപ്പൊ ബാക്കി എത്രയായിരിക്കും വരിക, 4,725 ആയിരിക്കും എന്ത് വരുന്നത്, ബാക്കി വോട്ടെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, 4,200 നിന്ന് എത്ര കുറച്ചു, 225 കുറച്ചു, 4,275. ബാക്കി വോട്ട് 4,275. ഓക്കെ അല്ലേ, ഒന്നുകൂടെ പറയാം. മൊത്തം 10,000 വോട്ടുണ്ട്, അതിൽ 95% എന്ത് ചെയ്യുന്നു, വാലിഡ് ആയിട്ടുള്ളൂ. ഈ വാലിഡ് ആയിട്ടുള്ളതിന്റെ 45% തോറ്റാക്ക് കിട്ടി. അപ്പോൾ 10,000 95% വാലിഡ്, അതിന്റെ 45% അത് എത്രയെന്നുള്ള കണ്ടുപിടിക്കണം. കാൽക്കുലേഷൻ വരുമ്പോൾ സീറോസ് ക്യാൻസൽ ആവും. ഇനി കണ്ടുപിടിക്കാനുള്ള 95 × 45 ചെയ്യണം. ഞാനത് എങ്ങനെ ചെയ്തു, 45 × 100 ചെയ്യുമ്പോൾ എത്രയാവും, 4,500 വരും. ഇതൊരിക്കലും എഴുതി ചെയ്യാനുള്ള സാധനമല്ല, മൈൻഡ് ചെയ്യാനുള്ളതാണ്, പറയാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ്.
അപ്പോൾ 45×100 വരുമ്പോൾ 4500 വരും. പിന്നെ നമുക്ക് ചെയ്യാനുള്ള നമുക്ക് വേണ്ട 45×100 അല്ല, 45×95 മതി. എന്ന് പറഞ്ഞാൽ അവിടെ 95 കഴിഞ്ഞിട്ട് ഒരു 45×5 എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്ട്രാ കിടക്കുക. അതെന്ത് ചെയ്ത് കൊടുക്കണം? മൈനസ് ചെയ്ത് കൊടുക്കണം. 45×5 ഇത്ര 225. 4500 ഒരു 225 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ആയിരിക്കും വരിക? 4275 എന്നിട്ട് ആൻസർ. ഇവിടെ നോക്കുവാണെങ്കിൽ ഓപ്ഷൻ എന്തൊരു ഓപ്ഷൻ ബി ആണ് എന്തെന്ന് പറയാം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ച് ഡീകോഡ് ചെയ്യുക, എന്നിട്ട് കാൽക്കുലേഷൻ എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുന്നോ അത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. In an election between two candidates, 75% of the votes entered in the election cast their votes, out of which 22% were declared invalid. A candidate got 9,261 votes, which were 75% of the valid votes. The total number of votes enrolled in that election. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഇലക്ഷനകത്ത് എത്ര മൊത്തം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നോട്ടർ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര ആൾക്കാർ മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ? 75% വോട്ടേഴ്സ് എൻറോൾഡ് ഇൻ ദ ഇലക്ഷൻ. ഇപ്പോൾ മൊത്തം ആൾക്കാരുള്ളതിൽ 75% ആൾക്കാർ എന്ത് ചെയ്യത്തുള്ളൂ? വോട്ട് ചെയ്യാനായിട്ട് വരത്തുള്ളൂ. ഈ വോട്ട് ചെയ്തതിനകത്ത് തന്നെ എത്ര ഇൻവാലിഡ് ആയിട്ട് പോകുന്നു? 2% ഇൻവാലിഡ് ആയിട്ട് പോകുന്നു. അപ്പോൾ ഇൻവാലിഡ് ആയിട്ട് പോയതിന് ശേഷവും ഒരാൾക്ക് എത്ര വോട്ട് കിട്ടി? 9261 വോട്ട് കിട്ടി. എങ്കിൽ ഈ 9261 വോട്ടെന്ന് പറഞ്ഞാൽ എന്താ? ഉള്ള വാലിഡ് വോട്ട്സിന്റെ എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്? 75% ആണെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എൻറോൾഡ് ഇൻ ദാറ്റ് എലക്ഷൻ വേർ. എത്ര വോട്ടാണ്, മൊത്തം എത്ര വോട്ടാണ് ആ എലക്ഷൻ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ടോട്ടൽ വോട്ട്സ് എത്ര എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഏതോ ഒരു വാല്യൂ, ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോട്ട്സ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണം, അത് എക്സ് ആണ്. അതിലെന്ത് ചെയ്തു? 75% ആൾക്കാരെ വോട്ട് ചെയ്യാനായിട്ട് വരുന്നുള്ളൂ. 75% ആൾക്കാരെ വോട്ട് ചെയ്യാനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എക്സിന്റെ 75% ആൾക്കാർ വോട്ട് ചെയ്യാനായിട്ട് വന്നു. ഇവരൊന്ന് വോട്ട് ചെയ്തതിന് ശേഷം എത്ര ഇൻവാലിഡ് ആയിട്ട് പോയി? 2% ഇൻവാലിഡ് ആയിട്ട് പോയി. ഇപ്പോൾ 2% ഇൻവാലിഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി വാലിഡ് ആവുന്നത് എത്രയാണ്? ബാക്കി 98% എന്തായിട്ട് മാറും? വാലിഡ് ആയിട്ട് മാറും. ഇനി ഈ വാലിഡ് ആയ 98% തന്നെ വീണ്ടും എന്ത് സംഭവിക്കുന്നു? ആ വാലിഡ് വോട്ട്സിൽ 75% എന്ത് ചെയ്യുന്നത്? ജയിച്ച ആൾക്ക് കിട്ടിയത്. എന്തായാലും 75% കിട്ടിയാൽ ജയിക്കും, 25% കിട്ടിയാൽ തോക്കും. 75% കിട്ടിയ ആളാണ് ജയിച്ചത്. ആ 75% വോട്ടാണ് എത്രയെന്ന് പറയുന്നത്? 9260 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന മൊത്തം ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാർ, അതിൽ 75 ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, അല്ല 75% എന്ത് ചെയ്യുന്നുള്ളൂ? വോട്ട് ചെയ്യാനായിട്ട് വരുന്നുള്ളൂ. ആ വന്നതിനകത്ത് 2% എന്തായിട്ട് പോയി? ഇൻവാലിഡ് ആയിട്ട് പോയി. അപ്പോൾ ബാക്കി 98%. ഇനി വീണ്ടും എത്ര വരും? വീണ്ടും ഒരു 75% കൂടെ ആഡ് ചെയ്യണം. കാരണം ഈ 9260 എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന എമൗണ്ട്, അപ്പോൾ ഇൻവാലിഡ് ആയിട്ടുള്ള വോട്ട് പോയതിന് ശേഷം ഈ ജയിച്ച ആൾക്ക് കിട്ടുന്ന എത്രയാണ്? 75%. ഏതിന്റെ? ഇതിന്റെ 75%. അതാണ് എത്രയെന്ന് പറയുന്നത്? യഥാർത്ഥ വാല്യൂ 9261 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ആ എഴുതിയ കാര്യം? ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന മൊത്തം ആൾക്കാരുടെ എണ്ണം, അതിൽ 75% ആൾക്കാരെ വോട്ട് ചെയ്യാൻ വന്നോളൂ. അപ്പോൾ 75 വോട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യുന്നു? 2% ആൾക്കാര് വോട്ട് എന്തായിട്ട് പോയി? ഇൻവാലിഡ് ആയിട്ട് പോയി. അപ്പോൾ ബാക്കി 98%. ഇനി ബാക്കിയുള്ള 98%-നകത്ത് എന്താ സംഭവിക്കുന്നത്? 75% കിട്ടിയാലും ജയിച്ചു. ആ ജയിച്ചാക്ക് കിട്ടിയ എത്ര വോട്ടാ? 9261 വോട്ടാണ് ജയിച്ചാക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ള എന്ത് മാത്രമേ ഉള്ളൂ? ആ കാൽക്കുലേഷൻ ഒന്ന് ചെയ്യാന്നുള്ളത് നമുക്ക് ഇനിയുള്ളൂ. ഓക്കെ, കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാം? ഇവിടെ ഇപ്പോൾ 75-ഉം 100-ഉം കൂടെ എങ്ങനെയൊന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3/4 ആക്കി എഴുതാമല്ലോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ 3/4 ആക്കി റേഷ്യോ ആക്കി എഴുതാം. 98% ഒന്നും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 49-ഉം അതുപോലെ തന്നെ 50 വരും. പിന്നെ വരുന്ന വാല്യൂ എന്താ? 49 × 9 അല്ലേ വരുന്നത്? 49 × 9, ഇത് 9 ആണ്. 49 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇപ്പോൾ 49 × 9 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 49 × 9 ചെയ്യുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? 40 × 9 വരുമ്പോൾ 360-ഉം പിന്നെ ഒരു 81 അല്ലേ? 360 81 എത്ര വരും? 441 എന്ന് വരും. 441 കിട്ടും. അപ്പോൾ ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 441 കിട്ടി. 441 എന്തോ ചെയ്യുമ്പോഴാണ്, ഈ എന്തോ ഒരു വാല്യൂ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? 9261 കിട്ടും. അപ്പോൾ ഈ 441-നെയും 9261-നെയും കൂടെ ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ രണ്ടിടത്ത് യൂണിറ്റ് ഡിജിറ്റ് 1 അല്ലേ?
രണ്ടിടത്ത് യൂണിറ്റ് 1 ആണ്. അപ്പോൾ ഏതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം? ഇപ്പോൾ 1 441 into 1 ആണെങ്കിൽ 441 വരും. പിന്നെ 1 വരാൻ ചാൻസ് ഉള്ള എവിടെ ഉള്ളൂ? 441 into 11 വരണം. എന്തായാലും 11 വരത്തില്ല, ഇത് അല്ല അതിനെക്കാട്ടിയൊരു വലിയ വാല്യൂ ആണ്. അപ്പോൾ അടുത്ത വരാൻ ചാൻസ് ഉള്ള ഏതാണ്? 21 ആണ്. 440 into 21. 440 into 20 നോക്കിക്കഴിഞ്ഞാൽ തന്നെ 8800 സംതിങ് വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഉറപ്പിക്കാം എന്ത് തന്നെ വരും? 21. 441 into 21 ആണ് എന്തെന്ന് പറയുന്നത്? 926 ഉണ്ടെന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാൽക്കുലേഷൻ എന്താ? നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ എക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താ മതി? എക്സ് ഈക്വൽ ഈ 21 ഇൻറ്റു ഈ താഴെ കിടക്കുന്ന ആൾക്കാർ അപ്പുറത്തേക്ക് പോവും. 50 ഇൻറ്റു എന്തെന്ന് വരും? 16 എന്ന് വരും. 21 ഇൻറ്റു 50 ഇൻറ്റു 16. ഇവിടെ 21 ഇൻറ്റു 50 വരുമ്പോൾ 21 ഇൻറ്റു 5 ആകുമ്പോൾ എത്രയാവും? 100 5 105 1050 വരും ഇൻറ്റു 16. 1050 ഇൻറ്റു 16 എത്രയായിരിക്കും വരിക? അപ്പോൾ 1050 ഇൻറ്റു 10 ആവുമ്പോൾ തന്നെ 10500 ആവും. പിന്നെ ഒരു 1050 ഇൻറ്റു 6, ഇപ്പോൾ 10050 1050 10 ആവുമ്പോൾ 10500 ആവും. പിന്നെ ഒരു 1050 ഇൻറ്റു 6, 1050 ഇൻറ്റു 6 എത്രയായിരിക്കും വരിക? 1050 ഇൻറ്റു 6 0 3 times 3 6 6300. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 6300 കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുമ്പോൾ 08 16800 എന്ന് കിട്ടും. എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷനിൽ ഏതാ? ഓപ്ഷൻ എ 16,800 എന്ന് കിട്ടും. അപ്പോൾ കാൽക്കുലേഷൻ എന്തൊക്കെയാണ് ഇവിടെ എഴുതിയേക്കുന്നുള്ള മനസ്സിലാക്കുക. ടോട്ടൽ ഉണ്ടായിരുന്നത് എക്സ് ആൾക്കാർ, അതിൻ്റെ 75% ആൾക്കാർ എന്ത് ചെയ്തിട്ടുള്ളൂ? വോട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ 2% ഇൻവാലിഡ് ആയിട്ട് പോയി. അപ്പോൾ ബാക്കി 98%. ഇനി ഈ 98%-നകത്ത് ജയിച്ചാക്ക് കിട്ടിയ എത്ര വോട്ടാണ്? 75% വോട്ടാണ്. അതിൻ്റെ എണ്ണമാണ് എത്രയെന്ന് പറയുന്നത്? 9261 പറയുന്നത്. അപ്പോൾ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എത്രയും കിട്ടും? 16,800 കിട്ടും. ക്യാൻസൽ ചെയ്തപ്പോൾ ആദ്യം ഇതിനെ ക്യാൻസൽ ചെയ്തു. 75%-നെ 3/4 ആക്കി. പിന്നെ 98%-നെ 49/50 ആക്കി. പിന്നെ മുകളിലുള്ള എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 49 into 3 into 3 അല്ലെങ്കിൽ 49 into 9 ചെയ്യുമ്പോൾ എത്രയും കിട്ടും? 441 എന്ന് കിട്ടും. 441 into 21 ആണ് എന്തെന്ന് പറയുന്നത്? 9261 എന്ന് പറയുന്നത്. 441 into 21. ഇനി ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ 21 ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡിനോമിനേറ്റർ ആയിട്ട് ആരൊക്കെ ഉണ്ട്? ഒരു 4 ഉണ്ട്, 2 4 ഉണ്ട്, പിന്നെ ഒരു 50 ഉണ്ട്. അപ്പോൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 21 ഇൻറ്റു ഇവിടെ ഡിവൈഡഡ് ബൈ 50 ആയിരുന്നു എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. 21 into 50 into 60. അപ്പോൾ 21 into 50 വരുമ്പോൾ എന്താവും? 1050 into 16 എന്നായിട്ട് മാറും. 16 ഞാൻ വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 1050 into 10 അതാണ് എന്തായിട്ട് മാറുന്നത്? 10,500 ആയിട്ട് മാറുന്നു. പിന്നെ 1050 into 6 അത് എത്രയെന്നാവും? 6,300 എന്നാവും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 16,800 എന്ന ആൻസർ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇലക്ഷൻ്റെ ക്വസ്റ്റ്യൻ മിക്ക ക്വസ്റ്റ്യനും ഈ ഒരു രീതിയിലാണ്. നമുക്ക് വളരെ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ വായിച്ച് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. പിന്നെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? 3 ആൾക്കാർ, ചമൻലാൽ, അർഷദ്, അതുപോലെ തന്നെ ജഗജിത് സിംഗ്, ഇത്രയും ആൾക്കാർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ഷൻ നടക്കുന്നു. ആൾ ദ വോട്ട്സ് പോൾഡ് വെയർ വാലിഡ്. എല്ലാ വോട്ടും പോൾ ചെയ്തേക്കുന്നത് എന്താണ്? വാലിഡ് ആണ്. അർഷദ് ഗോട്ട് 30% ഓഫ് ദ ടോട്ടൽ വോട്ട്സ്. അപ്പോൾ ഇവിടെ 3 ആൾക്കാരുണ്ട്. അർഷദ്, അതുപോലെ തന്നെ ചമൻലാൽ, അതുപോലെ തന്നെ എന്താ ജഗജിത്ത്. 3 ആൾക്കാർ. 3 ആൾക്കാർ നമ്മളുള്ള വോട്ടിന്റെ റേഷ്യോ എടുക്കും. അതിൽ അർഷദിന് കിട്ടിയ എത്ര വോട്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? അർഷദിന് കിട്ടിയേക്കുന്നത് 30% വോട്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അർഷദിന് 30% വോട്ട് കിട്ടി. ഈ ചമൻലാൽ ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ എന്താ പറയുന്നത്? 30% ടോട്ടൽ വോട്ട്സ്. ഫോർ എവരി 50 വോട്ട്സ് ചമൻലാൽ ഗോട്ട് 23 വോട്ട്സ്. എന്ന് പറഞ്ഞാൽ ഓരോ 50 വോട്ടും പോളാവുമ്പോൾ ആ 50 വോട്ടിന്റെ 23 വോട്ട്, 50 വോട്ടിനകത്ത് 23 വോട്ട് ആർക്കായിട്ട് കിട്ടും? ചമൻലാലിനായിട്ട് കിട്ടും. അപ്പോൾ മൊത്തം 50 വോട്ട് പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര വോട്ട്? 23 വോട്ട് ആർക്കായിട്ട് കിട്ടും? ചമൻലാലിനായിട്ട് കിട്ടും. അപ്പോൾ ഇതിനെ പെർസെൻറ്റേജോട് മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 കൊടുത്താൽ മതി. അപ്പോൾ 50യും 100 കൊണ്ട് 2 times 23 into 2 എത്രയായിരിക്കും കിട്ടുക? 46%. ഓക്കെ അല്ലേ? അപ്പോൾ ടോട്ടൽ വോട്ട്സിന്റെ 30% അർഷദിന് കിട്ടുമ്പോൾ ചമൻലാലിന് കിട്ടുന്ന എത്രയാണ്? 46% ആർക്ക് കിട്ടുക? ചമൻലാലിന് കിട്ടും. അപ്പോൾ മൊത്തം എത്ര വോട്ട് കാണും? 100% വോട്ട് കാണും. അതിൽ 46% ചമൻലാലിന് കിട്ടി, 30% അർഷദിന് കിട്ടി. അപ്പോൾ 46ഉം 30ഉം എത്രയായിരിക്കും മാറുക?
76% ടോട്ടൽ ഔട്ടായി. അപ്പോൾ ഇനി ബാക്കി ഇവിടെ ഇൻവാലിഡും വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ 76% പോയി കഴിഞ്ഞാൽ ബാക്കി ഇനി എത്ര ഔട്ട് കാണും? ബാക്കി 24% ആയിരിക്കും എന്ത് ചെയ്യുക, ബാക്കി ഉണ്ടാവും. 24% ഔട്ടായിരിക്കും ബാക്കി ഉണ്ടാവുന്നു. അപ്പോൾ ഇനി ബാക്കി പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ദ വിന്നർ ഗോട്ട് 4,488 more votes than the person who received the least number of votes. Find the total number of votes. വിന്നറിന് കിട്ടുന്നത് എന്താ? 4488 വോട്ട് കൂടുതലാണ്. ആരെക്കാളും? ഈ 3 പേരിലും ഏറ്റവും കുറവ് വോട്ട് ആർക്കാണോ കിട്ടുന്നത് അതിനേക്കാളും ജയിച്ച ആൾക്ക് എത്ര കൂടുതൽ കിട്ടുന്നു? 4488 വോട്ട് കിട്ടുന്നു. അപ്പോൾ ഇവിടെ ജയിച്ച ആളെന്ന് പറഞ്ഞാൽ 46% കിട്ടിയ ആളെ ജയിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ് കിട്ടുന്ന ആർക്കാ? 24. അപ്പോൾ കൂടുതൽ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് കിട്ടിയത് 24ക്കും ജയിച്ച ആളാണെങ്കിൽ 46. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 22% കിട്ടും. ചോദിച്ചേക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാ? ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ 22% എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡിഫറൻസ് ആയിട്ടുള്ള 4488 വോട്ട് എന്ന് പറയുന്നത്. 22% 4488 ആണെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ എത്ര വരും? 204 എന്ന് വരും. എന്തെന്ന് പറയുന്നത്? 1% എന്ന് പറയുന്നത്. എങ്കിൽ 100% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 0 കൂടെ കൊടുത്താൽ പോരെ. 204 2 0 എത്രയെന്ന് കിട്ടും? 20,400 വോട്ട് എന്ന് കിട്ടും. ഓക്കെ, 20,400 വോട്ട് എന്ന് കിട്ടും ടോട്ടൽ വോട്ട്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ 3 പേരും ഇവിടെ പെർസെൻറ്റേജ് ഡയറക്റ്റ് തരാതെ ഈ ചമൽലാലിന്റെ കണ്ടീഷൻ മാത്രം ഒന്ന് ട്വിസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. ഓരോ 50 വോട്ട് രജിസ്റ്റർ ആകുമ്പോൾ അതിൽ 23 വോട്ട് അയാൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഓരോ 100 വോട്ട് രജിസ്റ്റർ ആകുമ്പോൾ 46 വോട്ട് അയാൾക്കായിട്ട് കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്തു? പെർസെൻറ്റേജ് ആക്കി മാറ്റുമ്പോൾ 46%, 30%, മൊത്തം 76% വോട്ടിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ ആൾക്ക് കിട്ടുന്നത് 24%. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചേക്ക് ബാക്കി പറഞ്ഞേക്കുന്ന കണ്ടീഷൻ 4488 വോട്ടെന്ന് പറയുന്നത് എന്താ? ഏറ്റവും വോട്ട് കുറഞ്ഞ് കിട്ടുന്ന ആളും അതുപോലെ തന്നെ ജയിച്ച ആളും തമ്മിലുള്ള വോട്ടിന്റെ ഡിഫറൻസ് ആണ്. അല്ലെങ്കിൽ ജയിച്ച ആളുടെ ലീഡ് എവിടെ നിന്നുള്ള ലീഡ്? ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടുന്ന ആളിൽ നിന്നുള്ള ലീഡാണ് എത്രയെന്ന് പറയുന്നത്? 4488 വോട്ട് എന്ന് പറയുന്നത്. ശതമാനത്തിലാണെങ്കിൽ അത് എത്ര ശതമാനമാണ്? 22%. അപ്പോൾ 22% 4488 ആണെങ്കിൽ 1% എത്രയും കിട്ടും? 204 എന്ന് കിട്ടും. എങ്കിൽ നമുക്ക് 100% കണ്ടുപിടിക്കാം. 2 0 കൂടെ ആഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? 20,400 ആണെന്ന് കിട്ടും. എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ആയി? നമ്മളെ 1000 സീരീസിനകത്ത് നമ്മൾ 45 ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, 45 ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. അപ്പോൾ നമുക്കിത് 1000-ലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. 1000 നിൽക്കത്തില്ല, 1000-ന്റെ മുകളിലേക്ക് പോകും. ഇപ്പോൾ എന്തായാലും ഓരോ ടോപ്പിക്കിൽ നിന്ന് 100 ക്വസ്റ്റ്യൻ. ഇപ്പോൾ പെർസെൻറ്റേജിനകത്തുനിന്ന് 45 ക്വസ്റ്റ്യൻ ആയി. ഓക്കെ അല്ലേ? 35 ക്വസ്റ്റ്യൻ വരെ അപ്ലോഡ് ആയിട്ടുണ്ട്. പാർട്ട് 3 വരെ നിങ്ങൾ കാണുമ്പോൾ ഒരു ഓർഡറിൽ കണ്ടുവരിക. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആ ഒരു ആദ്യം പറഞ്ഞേക്കുന്നില്ല നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വീണ്ടും അങ്ങോട്ട് പോകും തോറും എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ്റെ ആ ഒരു ടഫ്നെസ് കുറച്ചൊന്ന് കൂടി വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.